ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു കുക്കിംഗ് ഡേ ആണ് ചെയ്യുന്നത്. ചിക്കന് 2 പച്ച തക്കാളി, 6 പച്ചമുളക്, 2 വെല്ലുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ചിക്കൻ, മധുരക്കിഴങ്ങ് എന്നിവയാണ് കുറുമക്ക് ആവശ്യമായത്. 1 സ്പൂൺ വെളിച്ചെണ്ണയും 1 സ്പൂൺ നെയ്യും ചേർത്ത് അതിലേക്ക് പട്ട, ഏലക്കായ, ഗ്രാമ്പു എന്നിവ ഇടുക. അത് മൂത്തതിന് ശേഷം 2 വെല്ലുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചിക്കനും മധുരക്കിഴങ്ങും ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒന്നര സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. പെരിഞ്ജീരകപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അല്പം വെള്ളവും ഒഴിച്ച് ചിക്കൻ വേവാൻ വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. ഇനി കുക്കർ അടച്ച് വെച്ച് 2 വിസിലിടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് തേങ്ങ അരച്ച് ചേർക്കാം. അണ്ടിപ്പരിപ്പോ ബദാമോ എന്തെങ്കിലും ഒന്ന് ചേർത്താൽ മതി. തേങ്ങയിലേക്ക് ചേർത്ത് നല്ലപോലെ അരച്ച് കറിയിലേക്ക് ഒഴിച്ച് കുറുമ റെഡി. ഇനി നമുക്ക് മടക്ക് പത്തിരി തയ്യാറാക്കാം. ഞാൻ നേരത്തെ മൈദ കുഴച്ച് വെച്ചിരുന്നു. മൈദയും അല്പം ഓയിലും ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ച് വെച്ചതാണത്. മടക്ക് പത്തിരിയും റെഡി. ഇനി നമുക്ക് കുറുമക്ക് ഗീ റൈസാണ് ഞാൻ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായെല്ലാം ഇട്ട് നല്ലപോലെ മൂത്തതിന് ശേഷം 1 വെല്ലുള്ളിയും ക്യാരറ്റും ചേർത്ത് നല്ലപോലെ വഴറ്റുക. അതിലേക്ക് ലെമൺ ജ്യൂസും ഒഴിക്കുക. പാത്രം അരി അളന്ന അതേ പാത്രത്തിൽ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പും ചേർത്ത് നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം കഴുകി ഊറ്റി വെച്ച കൈമ റൈസ് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. ലെമൺ ജ്യൂസ് ഒഴിച്ചാൽ നല്ലപോലെ ചോറ് വിട്ട് നിൽക്കും. നല്ലോണം റെഡിയായിട്ട് കിട്ടും. ഗീ റൈസും റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.